നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം സോപാന സംഗീതത്തെക്കുറിച്ചാണ്. നിങ്ങളേവരും കേട്ടിട്ടുള്ള ഒന്നാണ് സോപാന സംഗീതം എന്നുള്ള വാക്ക്. പക്ഷേ സോപാന സംഗീതം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം. എന്നാൽ ഒട്ടുമിക്കവർക്കും അറിയുകയും ചെയ്യാം. എന്നാൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. നടയടച്ച് തുറക്കലിനാണ് പ്രധാനമായും സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. അമ്പലവാസി, മാരാര്, പൊതുവാൾ തുടങ്ങിയ സമുദായക്കാരാണ് സാധാരണയായി സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. ഇടയ്ക്ക എന്ന വാദ്യമാണ് സോപാന സംഗീതത്തിന് ഉപയോഗിക്കാറുള്ളത്. ഇനി സോപാനം എന്നാൽ എന്ത് എന്നുള്ളതാണ്. ക്ഷേത്രത്തിലെ ഗർഭഗേഹം, അതായത് ശ്രീകോവിൽ, അതിലേക്ക് കയറുന്ന പടികളെയാണ് സോപാനം എന്ന് പറയാറുള്ളത്. അപ്പോൾ സാധാരണയായി ക്ഷേത്രം നടയടച്ച് പൂജ നടത്തുന്ന സമയത്ത് ആ സോപാനത്തിങ്കൽ നിന്ന് ഇടയ്ക്ക കൊട്ടി പാടുന്നത് കൊണ്ടാണ് സോപാന സംഗീതമെന്ന് ഇതറിയപ്പെടാനുള്ള കാരണം. സാധാരണയായി സോപാന സംഗീതത്തിലെ പാട്ടുകൾ ജയദേവരുടെ അഷ്ടപദികളാണ് സാധാരണയായി പാടുന്നത്. എങ്കിലും അവ കൂടാതെ തന്നെ മറ്റ് ദേവീസ്തോത്രങ്ങളും ദേവസ്തോത്രങ്ങളും ഒക്കെ തന്നെ ആലപിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോപാനത്തിങ്കൽ നിന്ന് പാടുന്നത് കൊണ്ടാണ് സോപാന സംഗീതം എന്ന് ഇതിന് പേരുണ്ടായത്. സോപാനം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ആ ശ്രീകോവിലേക്കുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഗർഭഗേഹത്തിലേക്കുള്ള ചവിട്ടുപടിക്കാണ് സോപാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, നട അടച്ച് തുറക്കലിനാണ് ഇത് സാധാരണയായി അവതരിപ്പിക്കാറുള്ളത് എന്ന്. അപ്പോൾ ആ സോപാനത്തെങ്കിൽ നിന്ന്, ആ ശ്രീകോവിലിൻ്റെ ആ സോപാന പടികൾക്ക് സമീപം നിന്നാണ് ഇടയ്ക്ക കൊട്ടി കലാകാരൻ ഇത് അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇതിന് സോപാന സംഗീതം എന്ന് പേര് ലഭിച്ചത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സോപാന സംഗീതം എന്ന് പേര് ലഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരറിവ് നിങ്ങൾക്കുണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞെരളത്ത് രാമപൊതുവാളാണ് ഈ കലയിലെ അഗ്രഗണ്യൻ എന്ന് തന്നെ പറയാം. സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രകലാപീഠം. അവിടെ സോപാന സംഗീതം ആധികാരികമായി അഭ്യസിപ്പിക്കുന്നുണ്ട്. സോപാന സംഗീതം മാത്രമല്ല, ക്ഷേത്രകലാപീഠത്തിൽ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാദ്യോപകരണങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട് താനും. ക്ഷേത്ര കലാപീഠത്തിലെ അധ്യാപകനായിരുന്ന ശ്രീ പുതുശ്ശേരി രാഘവ് കുറുപ്പാണ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള ഒരു ഘടന ഉണ്ടാക്കിയെടുത്തത്. അമ്പലപ്പുഴ വിജയകുമാർ, ഏലൂർ ബിജു ഇവരൊക്കെ തന്നെ സോപാന സംഗീതത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരുമാണ്. ഇപ്പോൾ സോപാന സംഗീതം എന്നാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.